രാജ്യം 77-ാം സ്വാതന്ത്ര്യപുലരി ആഘോഷങ്ങളിൽ ഇക്കുറി വനിതകളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. മിക്കയിടങ്ങളിലും ദേശീയപതാക ഉയർത്തുന്നതും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നതും വനിതകളാണ്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വനിതാ കൂട്ടായ്മകളാണ് അരങ്ങ് നിറയെ. കേന്ദ്ര സംസ്ഥാന തലസ്ഥാന നഗരങ്ങളിൽ എഴുതി ചേർത്തു. രാജ്യത്ത് സ്ത്രീകളുടെ ആത്മാഭിമാനവും സ്വാതന്ത്ര്യബോധവും ഇത്രയും ഉയർന്ന കാലഘട്ടം മുമ്പ് ഉണ്ടായിട്ടില്ല. രാജ്യം 77-ാം സ്വാതന്ത്ര്യപുലരി ആഘോഷങ്ങളിൽ ഇക്കുറി വനിതകളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. മിക്കയിടങ്ങളിലും ദേശീയപതാക ഉയർത്തുന്നതും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നതും വനിതകളാണ്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വനിതാ കൂട്ടായ്മകളാണ് അരങ്ങ് നിറയെ. അച്ഛാ, നമ്മുടെ കിഴക്കയിലെ ജോസിന്റെ മോടെ കല്യാണം നാളെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാർഡുണ്ട്. എന്താണേലും നമ്മളുമായിട്ട് നല്ല കുടുംബമായിട്ട് അടുപ്പമുള്ള വീട്ടുകാരില്ലേ. അതെ അതെ അതെ. എന്തുവാടി ഇത്? എന്താ കുന്ത? നാട്ടുകാര് കണ്ട എന്തോ പറയും. വല്ല മരയുള്ള വേഷം വല്ല ഇട്ടോണ്ട് വാടി പെണ്ണെ. ഇതിനെന്താ കുഴപ്പം? നൂറ്റന്ന് തന്നാലുണ്ടല്ലോ മര്യാദക്ക് കയറി പൊടിയാത്ത പുല്ല്. അമ്മ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നേ? വളർത്തു ദോഷം അല്ല, എന്താ പറയാ? അതും എനിക്ക് തന്നെ. ഇനി അകത്ത് കയറി പോയാൽ പിന്നെ ഞാൻ പറയണോ? എവിടേക്കാ ഈ രാത്രിയില്? രാത്രിയോ? അച്ഛാ, 6 മണി ആയതേ ഉള്ളൂ. ടോണി ഒരു ബുക്കുമായി വരുമെന്ന് പറഞ്ഞിരുന്നു. ബസ് സ്റ്റോപ്പ് വരെ പോകണം. ഇപ്പോൾ പോകണ്ട, മനുവിനെ പറഞ്ഞു വിടാം. വേണ്ട അച്ഛാ, ഞാൻ പെട്ടെന്ന് തന്നെ വരാം. നിന്നോടല്ലേ പറഞ്ഞത് ഇപ്പൊ പോകണ്ടെന്ന്? പത്രത്തിൽ വരുന്ന വാർത്തയൊന്നും നീ കാണുന്നില്ലേ? പോകണ്ട. മനു, മനു, പോയി ചേച്ചിയുടെ ബുക്ക് മേടിച്ചോണ്ട് വാ.
ലൈല ക്രിയേഷൻസിന്റെ ബാലൻ നിർമ്മിച്ച 10ാമത്തെ സിനിമയാണ് സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം. ഫ്രീഡം ഒരു വളരെ കുറഞ്ഞ സമയം ഉള്ള സിനിമയാണ്. ഏകദേശം 8 മിനിറ്റ് മാത്രമുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട്. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഒപ്പം ഞങ്ങളുടെ മറ്റ് 9 സിനിമകൾ നമ്മുടെ 6 മുതൽ ഇപ്പം നമ്മുടെ സ്വാതന്ത്ര്യം വരെയുള്ള ഫ്രീഡം വരെയുള്ള 10 സിനിമകൾ യൂട്യൂബിലുണ്ട്. ഈ സിനിമ കണ്ടിട്ടില്ലാത്ത എൻ്റെ സുഹൃത്തുക്കൾ ആദ്യമായി ആണ് ഈ ലൈല അവർ ലവ് യൂട്യൂബ് ചാനലിലേക്ക് കയറുന്നതെങ്കിൽ നിങ്ങൾ മറ്റ് സിനിമകളെല്ലാം ഒന്ന് കാണണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാമൂഹ്യ പ്രസക്തമായ സിനിമകളാണ് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാം എന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. അത് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. ഒപ്പം ഞങ്ങളുടെ ഒരു ലക്ഷ്യം 1 മാസം ഒരു ഹ്രസ്വചിത്രം എന്ന നിലയിൽ 12 മാസം 12 സിനിമ എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് ഞങ്ങളൊരു 10ലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. അതിൻ്റെയൊക്കെ സഹായിച്ച ഒത്തിരി പേർ ഞങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളും അതിലൊരു പങ്കാളിയാണ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ. 12 സിനിമയും പൂർത്തിയാക്കി ഡിസംബറോടുകൂടി നമുക്ക് ഇത് പൂർത്തിയാക്കുന്നതിൻ്റെ ഒരു ആഘോഷം നമുക്ക് നടത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മറ്റ് സിനിമകൾ കൂടി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.